ദമീസെ അത് ഇന്നത്തെ പ്രധാന വാർത്തകൾ. അമേരിക്കയിൽ മുൻ പ്രസിഡന്റ് അയ്യനെതിരെ വലിയ പ്രതിഷേധങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടിരിക്കുകയാണ്. നിരവധി നഗരങ്ങളിൽ ജനങ്ങൾ ഒന്നിച്ച് ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി. ലോകം തന്നെ സമാധാന ദൂതനായിട്ടാണ് ഓർക്കേണ്ടതെന്ന് ട്രംപ് പ്രതികരിച്ചു. പശ്ചിമേഷ്യയിൽ സംഘർഷാവസ്ഥ രൂക്ഷമായി. ഖദേനാങ് ഏഷ്യയിലെ ഒരു തുറമുഖ നഗരത്തെ ആക്രമിച്ചതിനെ തുടർന്ന് നിരവധി പേർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുണ്ട്. ഇതിന് മറുപടിയായി ഇറാൻ അറബ് യക്കെതിരെ മിസൈൽ, ഡ്രോൺ ആക്രമണം നടത്തിയതായി വിവരങ്ങൾ പുറത്തുവന്നിട്ടുണ്ട്. ഇറാനെതിരെ കരസേന ആക്രമണം നടത്താൻ പദ്ധതിയിടുന്നതായും റിപ്പോർട്ടുകൾ പറയുന്നു. സൗദി അറേബ്യയിലെ അമേരിക്കൻ സൈനിക താവളത്തിനുമേൽ ആക്രമണം നടന്നതിൽ നിരവധി സൈനികർക്ക് പരിക്കേറ്റു. ഇതേസമയം യമനിലെ ഹൂത്തി വിമതരും ഇസ്രായേലിനെതിരെ മിസൈൽ, ഡ്രോൺ ആക്രമണം നടത്തി. പശ്ചിമേഷ്യയിലെ അമേരിക്ക ഇസ്രായേൽ ബന്ധമുള്ള സർവകലാശാലകളെ ലക്ഷ്യമിട്ട് ആക്രമണം നടത്താമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകി. സമാധാന ചർച്ചകൾ നടക്കുന്നതിനിടെ ഇറാൻ അതിർത്തിയിൽ അമേരിക്കൻ പ്രത്യേക സേന വിന്യസിച്ചിരിക്കുകയാണ്. ഹോർമുസ് കടലിടുക്ക്, ഖാർഗ് ദ്വീപ് എന്നിവ കൈവശപ്പെടുത്താനുള്ള പദ്ധതികളും ഉണ്ടെന്ന റിപ്പോർട്ടുകൾ. ഇതോടൊപ്പം ഹോർമുസ് കടലിടുക്ക് വഴി 20 പാകിസ്ഥാൻ കപ്പലുകൾക്ക് ഇറാൻ അനുമതി നൽകിയിട്ടുണ്ട്. അബുദാബിയിൽ തടഞ്ഞു നിർത്തിയ മിസൈലുകളുടെ അവശിഷ്ടങ്ങൾ വീണ് 5 ഇന്ത്യൻ പൗരന്മാർക്ക് പരിക്കേറ്റു. കെനിയയിൽ ശക്തമായ വെള്ളപ്പൊക്കത്തിൽ മരണം 100 കടന്നു. അതുപോലെ ഗിദയിലും വെള്ളപ്പൊക്കത്തിൽ ലക്ഷക്കണക്കിന് ആളുകൾ ബാധിക്കപ്പെട്ടതോടെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. നെതർലൻഡ്സിൽ 4.6 തീവ്രതയുള്ള ഭൂചലനം രേഖപ്പെടുത്തി. മധ്യപ്രദേശ്, ഹരിയാന, സിക്കിം സംസ്ഥാനങ്ങളിലും ഭൂചലനങ്ങൾ അനുഭവപ്പെട്ടു. അമേരിക്കയിൽ കുട്ടികളെതിരായ ലൈംഗിക കുറ്റകൃത്യത്തിൽ ഇന്ത്യൻ വംശജനായ യുവാവ് ഉൾപ്പെടെ നിരവധി പേർ അറസ്റ്റിലായി. വിമാനത്തിൽ യാത്ര ചെയ്ത ഒരാൾ അടിയന്തര വാതിൽ തുറക്കാൻ ശ്രമിച്ചതോടെ യാത്രക്കാരിൽ ഭീതിയുണ്ടായി. തനിക്ക് പ്രേതബാധയുണ്ടെന്ന് ഇയാൾ പറഞ്ഞതും ആശങ്ക സൃഷ്ടിച്ചു. ഇലിദബിയയിൽ നടന്ന IPL മത്സരത്തിനിടെ സ്റ്റേഡിയത്തിൽ മൊബൈൽ ഫോണുകൾ മോഷണം പോയതായി റിപ്പോർട്ട്. തിരുപ്പതി ദേവസ്ഥയിൽ ഒരു ദിവസത്തിൽ കോടികൾ കണക്കിന് വഴിപാടുകൾ ലഭിച്ചു. ഇന്ത്യയിലെ മരുന്നുകളുടെ വിലയെക്കുറിച്ച് ഒരു വിദേശ വിനോദസഞ്ചാരി പങ്കുവച്ച വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ ജനങ്ങളുടെ പിന്തുണയോടെ അധികാരം നേടുമെന്ന് പറഞ്ഞു. ജലസംരക്ഷണത്തിന്റെ ആവശ്യകതയും അദ്ദേഹം ഊന്നിപ്പറഞ്ഞു. കേരളത്തിന്റെ പാരമ്പര്യ വേഷത്തിൽ വേദിയിൽ എത്തിയ അദ്ദേഹത്തിന് വലിയ സ്വീകരണം ലഭിച്ചു. പശ്ചിമേഷ്യയിലെ സംഘർഷത്തെക്കുറിച്ച് സൗദി രാജകുമാരനുമായി കൂടിക്കാഴ്ചയും നടത്തി. തമിഴ്നാട്ടിൽ രാഷ്ട്രീയ ചൂട് കൂടുകയാണ്. മുഖ്യമന്ത്രി തിരുവാരൂരിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം ആരംഭിക്കും. ഗൃഹോപകരണങ്ങൾ വാങ്ങാൻ സാമ്പത്തിക സഹായം ഉൾപ്പെടെയുള്ള തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളും പ്രഖ്യാപിച്ചു. DMK സഖ്യത്തിൽ വിടുതലൈ ചിറുതൈകൾ കക്ഷി 8 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. ഡൽഹിക്ക് കാട്ടുമന്നാർ കോവിൽ മണ്ഡലത്തിൽ മത്സരിക്കും. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയും തങ്ങൾക്ക് ലഭിച്ച മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. എല്ലാ മണ്ഡലങ്ങളിലും വിജയിക്കുമെന്ന ആത്മവിശ്വാസവും പ്രകടിപ്പിച്ചു. അതുപോലെ ഇടപ്പടി നനേകയും വിവിധ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. നടനും രാഷ്ട്രീയ നേതാവുമായ വിജയ് ഇത് സ്ഥാനാർത്ഥി പരിചയപ്പെടുത്തൽ മാത്രമല്ല, ജനങ്ങളുടെ രക്ഷകരെ പരിചയപ്പെടുത്തുന്നതാണെന്ന് പറഞ്ഞു. ഗുജറാത്തിൽ ഗൂഗിൾ മാപ്പ് ഉപയോഗിച്ച് ക്ഷേത്രാഭരണങ്ങൾ മോഷ്ടിച്ച സംഘത്തെ അറസ്റ്റ് ചെയ്തു. തൂത്തുക്കുടിയിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്തു. 3 പേർ അറസ്റ്റിലായി. തെങ്കാശി മലനിരകളിൽ കാട്ടുതീ പടർന്ന് അപൂർവ സസ്യങ്ങളും മരങ്ങളും നശിച്ചു. മേട്ടൂർ അണക്കെട്ടിലേക്കുള്ള ജലപ്രവാഹം വർദ്ധിച്ചു. അനന്തപുരി എക്സ്പ്രസ് മണിക്കൂറുകൾ വൈകിയതോടെ യാത്രക്കാർ ബുദ്ധിമുട്ടനുഭവിച്ചു. തഞ്ചാവൂർ ജില്ലയിൽ സർക്കാർ മദ്യവിൽപ്പനശാലകളുമായി ബന്ധപ്പെട്ട നടപടികൾ ശക്തമാക്കി. മധുരയിൽ സുന്ദർ സി തന്റെ രാഷ്ട്രീയ പ്രചാരണം ആരംഭിച്ചു. തമിഴ് സിനിമയിലെ ഹാസ്യനടൻ വടിവേൽ മഹേഷ് അന്തരിച്ചതോടെ ആരാധകർ ദുഃഖത്തിലായി. ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളോടൊപ്പം തുടരുക.